ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്കും ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്കും ഈസി ആയിട്ട് ഫോട്ടോസ്, വീഡിയോസ്, എന്തിന് കോണ്ടാക്ട്സ് വരെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിന് ഈ ഒരു ആപ്പ് മാത്രം മതി. അതിന് ആദ്യം ചെയ്യേണ്ടത്, ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം ഷെയർറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ചെന്നിട്ട് ഷെയർറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രണ്ട് ഡിവൈസിലും ഷെയർറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് പരസ്യത്തിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഡിവൈസിലായിട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്, ഇവിടെ സെൻഡ് ഓപ്ഷൻ ആദ്യം ഇവിടെ സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് സെൻഡ് ചെയ്യാം, ആപ്സ് വേണമെങ്കിൽ ആപ്സ് സെൻഡ് ചെയ്യാം, ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ്, പിന്നെ മ്യൂസിക്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്ട്സ് വേണമെങ്കിൽ കോണ്ടാക്ട്സ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഏതാണ് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് ചൂസ് ചെയ്യുക. ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. സെൻഡ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആപ്പിളിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഇവിടെ ആപ്പിളിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ചോദിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു QR കോഡ് കാണിക്കും. ഈ QR കോഡ് നിങ്ങളുടെ ഐഫോണിൽ സ്കാൻ ചെയ്യണം. ഇവിടെ റിസീവ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണിക്കും. അതിൽ നിന്ന് കണക്ട് ടു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു QR കോഡ് ഇതുപോലെ സ്കാൻ ചെയ്യുക. ഇവിടെ ജോയിനിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്കാനിങ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോസ് ഇതുപോലെ ട്രാൻസ്ഫർ ആകും. നല്ല ഹൈ സ്പീഡിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഗുണം, വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും വേഗത്തിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഷെയർറ്റ് ആയിരിക്കും. ഷെയർറ്റ് കുറച്ചും കൂടെ സ്പീഡാണ്. വീഡിയോസും ഫയൽസ്, കോണ്ടാക്ട്സ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് ആണ്. ഇത് ഗാലറിയിലോട്ട് ഡയറക്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത വീഡിയോ. ഇപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി സേവ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.